ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മുട്ട വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം മുട്ട ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്ത് നോക്ക്. എന്തായാലും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു കടി. ഞാനിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂണ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഇല്ലെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചൂട് വേണമെന്നാൾ നല്ല ചൂടുണ്ടാവരുത് കേട്ടോ. ഇളം ചൂട് മതിയാവും. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൽ ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കുക. പഞ്ചസാര ഇടുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഒരു 1/4 മണിക്കൂർ നമുക്കത് മൂടി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. പാലെടുക്കുന്നതെന്ന് വെച്ചാൽ മുട്ടൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് 1/4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇതാ കണ്ടില്ല, നല്ല പത വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ആ മുട്ട നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു ഈസ്റ്റിൻ്റെ അകത്ത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദ ആണ്. നല്ലോണം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ പൊറാട്ടക്കൊക്കെ മാവ് കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുത്താൽ മതി. മൈദ നല്ലോണം തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ഒരു സമയത്ത് ഇത് പൊങ്ങി വരും കേട്ടോ. ഇനി ഒരു ചാറിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ആണ്. ഒരു കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത്രയും മതിയാവും. പുഴുങ്ങിയ മുട്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ കത്തി ഒന്ന് നനച്ച് കൊടുത്താൽ മതി. മുട്ടൻ്റെ മഞ്ഞ ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോന്ന് ഇതേപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുട്ടൻ്റെ മഞ്ഞയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചമ്മന്തി ഇല്ലേ, അതിട്ട് കൊടുക്കാം. മുട്ടൻ്റെ മഞ്ഞല്ലേ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ചമ്മന്തിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് മിക്സ് ആയി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു പകുതി ഭാഗം വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഇവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാറ്ററിംഗിൽ പൊടിച്ച ഗരം മസാല പൊടിയാണ് കേട്ടോ. ഇത് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്കും വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഒരു നുള്ളു മാത്രം മതിയാവും, കൂടുതലാവാൻ പാടില്ല കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ അതാ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം വഴറ്റി. വലിയ ഉള്ളി നല്ലോണം തന്നെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ച് വെച്ച ചമ്മന്തി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ചമ്മന്തി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മാവ് നല്ലോണം ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പം പൂരിൻ്റെ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട്, അപ്പോൾ ഇതാ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വലിപ്പം വേണ്ട കേട്ടോ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുഴുവനായിട്ട് നമ്മൾ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൈൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു പരത്തുന്നതിൻ്റെ മുകളിലോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം നൈസാക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒന്ന് കട്ടിക്ക് തന്നെ നിന്നോട്ടെ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് പുറത്തേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം 4 ഭാഗത്തുനിന്ന് ഇതേപോലെ വലിച്ചിട്ട് ഇതേപോലെ മൂടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് വന്നോളൂ.
നമ്മൾ പിന്നെ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കണ്ട കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടും. എന്നിട്ട് ചെറുങ്ങനൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിപ്പോൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഓരോന്നിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നും വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ആവിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓയിൽ തടവി കൊടുത്തതിന് ശേഷം നമ്മൾ ആവിയിലേക്ക് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു 1/4 മണിക്കൂർ അന്ന് ആവി കയറ്റിയെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ആവി കയറ്റി എടുക്കുന്ന സമയത്ത് നല്ലോണം വീർത്ത് വരും കേട്ടോ. അത് കണ്ടില്ലേ, നല്ല ബന്ന് പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കൈകൊണ്ട് തൊടുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ചൂടാറിയില്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അതായത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും കേട്ടോ. അപ്പം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു ഓർത്തിട്ടോ. ഇതിൻ്റെ തൊലി നമ്മളെ ബന്നൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണുള്ളത്.